ഏവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം. എന്താണ് വിഷു? വിഷുവിൻ്റെ ഐതിഹ്യം എന്താണ്? ഇത് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. അതായത് ഓണം കഴിഞ്ഞാൽ നമ്മൾ കേരളീയരുടെ ഒരു പ്രധാന ആഘോഷമാണല്ലോ വിഷു. മലയാള മാസം മേടം 1-നാണ് വിഷു എല്ലാ കൊല്ലവും ആഘോഷിക്കുന്നത്. അടുത്ത ഒരു കൊല്ലക്കാലം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് ഈ ഒരു വിഷുവിൻ്റെ വിശ്വാസം. അത് ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ടാണ് ഇത് ബന്ധപ്പെടുത്തി പറയുന്നത്. വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം. അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം. അത് മേടം 1-ന് മേടവിഷുവും തുലാം 1-ന് തുലാം വിഷുവുമുണ്ട്. ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് സൂര്യൻ പോകുന്നതിനെ സംക്രാന്തി എന്നാണ് വിളിക്കുന്നത്. സംക്രാന്തികളിലെ പ്രധാനമായത് മഹാവിഷു എന്ന് പറയുന്നു. വിഷുവിൻ്റെ ഐതിഹ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. വിഷുവിനെ സംബന്ധിച്ച് 2 ഐതിഹ്യങ്ങളാണ് നിലവിലുള്ളത്. അഹങ്കാരിയും അത്യന്തം ശക്തനുമായ നരകാസുരൻ്റെ ഉപദ്രവം സഹിക്കാനാവാതെ ശ്രീകൃഷ്ണനും ഗരുഡനും സത്യഭാമയുമൊത്ത് നരകാസുരൻ്റെ നഗരമായ പ്രാഗ്ജ്യോതിഷത്തിൽ പ്രവേശിച്ചു. അങ്ങനെ ശ്രീകൃഷ്ണനും സത്യഭാമയും ഗരുഡനും അസുരന്മാരോട് യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ നരകാസുരൻ, മുരൻ, താമ്രൻ, അന്തരീക്ഷൻ, ശ്രവണൻ, വസു, വിഭാസു, നവസ്വാൻ, അരുണൻ ആദിയായ അസുര പ്രമുഖരെ എല്ലാവരെയും അവർ വധിച്ചു. ശ്രീകൃഷ്ണൻ അസുരശക്തിക്ക് മേൽ വിജയം നേടിയത് വസന്തകാല ആരംഭത്തോടെയാണ്. ഈ ദിനമാണ് വിഷുവെന്നും അറിയപ്പെടുന്നു. ഇനി മറ്റൊരു ഐതിഹ്യം എന്തെന്നാൽ, രാക്ഷസ രാജാവായ രാവണൻ ലങ്ക ഭരിക്കുന്ന കാലത്ത് സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല. വെയിൽ കൊട്ടാരത്തിൽ പ്രവേശിച്ചതിനാൽ രാവണന് അത് ആയില്ല. അതിൻ്റെ കാരണമായിരുന്നു അത്. അങ്ങനെ ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചതിന് ശേഷമേ സൂര്യൻ നേരെ ഉദിച്ചിരുന്നുള്ളൂ. ഈ സംഭവത്തിൽ ജനങ്ങൾക്കുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിനാണ് വിഷു ആഘോഷിക്കുന്നത് എന്ന് ഒരു ഐതിഹ്യം നിലവിലുണ്ട്. ഇനി വിഷുവിൻ്റെ തലേദിവസം വീട് വൃത്തിയാക്കി ചപ്പുചവറുകളൊക്കെ കത്തിക്കുന്നത് രാവണ വധത്തിന് ശേഷം നടന്ന ലങ്കാദഹനത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിഷുവിൻ്റെ അന്ന് വിഷു ആഘോഷം എന്ന ആ ഒരു പേര് തന്നെ വരുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വിഷുവിനെ പറ്റി ആദ്യം തന്നെ ചിന്തിക്കുന്നതും നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നതും വിഷുക്കണിയാണല്ലോ. അപ്പോൾ കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് വിഷുക്കണി ഒരുക്കാനും അത് കണി കാണിക്കാനുമുള്ള ചുമതല. ഓട്ടുരുളിയിലാണ് വിഷുക്കണി ഒരുക്കുന്നത്. അങ്ങനെ വിഷുവിനെ പറ്റിയുള്ള 2 നിലവിലുള്ള ഐതിഹ്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഏവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.